ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ പവിത്രം മിക്കവാറും ഇങ്ങനെ പോകുകയാണെങ്കിൽ റേറ്റിംഗിൽ അടുത്ത് തന്നെ 1-ാം നമ്പർ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കും അല്ലേ. അതേപോലത്തെ മേക്കിങ്ങും കഥയും തന്നെയാണ് നമ്മുടെ പവിത്രം പരമ്പരയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേദ, വിക്രം ഇവരൊക്കെ ആ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു പവിത്രം കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ വേദയുടെ ജീവിതം ഇനി എന്തായിത്തീരും, ഇനി എന്തായിരിക്കും വിക്രം ആ ഒരു വേദയെ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളൊരു ചിന്തകളൊക്കെ തന്നെയാട്ടോ വന്നിങ്ങനെ മിന്നിയും മാഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പ്രമോല് നമ്മുടെ വേദയുടെ വീട്ടുകാർ നമ്മുടെ വിക്രത്തിന്റെ വീട്ടിൽ വന്നിട്ട് വേദയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ കട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. ഇല്ല, എൻ്റെ താലി ഇദ്ദേഹമാണ് കെട്ടിയിരിക്കുന്നത്, അദ്ദേഹം എവിടെ നിൽക്കുന്നു അതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇപ്പോഴും കടുംപിടുത്തം നിർത്തിയിരിക്കട്ടെ. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ആ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് താലി കെട്ടിയതാണ് ഇത്. അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല, മുറിച്ചു മാറ്റില്ല, അഴിച്ചുവിടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ആ ഒരു വാക്കുകളിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുക. അപ്പം നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, നീ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ശരി, അതുകൊണ്ട് നീ ഈ താലിയിൽ വിശ്വസിക്കുന്നു, പക്ഷേ നീ താലി കെട്ടിയിരിക്കുന്ന അവന് ഒട്ടും ദൈവവിശ്വാസം ഇല്ലാത്തവനാണ്, അത് നീ ഓർത്തോളണം എന്ന് നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ നമ്മുടെ വേദയോട് ഇങ്ങനെ പറയുന്നൊരു രംഗങ്ങൾ തന്നെയായിട്ട് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് അല്ലേ. നമ്മുടെ വിക്രം എന്നായിരിക്കും നമ്മുടെ വേദയെ ആ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. പ്രേക്ഷകർ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾക്കായിട്ട് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.